നിങ്ങളൊരു പ്രമേഹ രോഗിയല്ല, ഇനി ആണെങ്കിൽ തന്നെ ഷുഗറൊക്കെ കൺട്രോൾഡ് ആണ്. വൃക്ക സംബന്ധമായ മറ്റ് അസുഖങ്ങളൊന്നുമില്ല, കടുത്ത പനിയുമില്ല. എന്നിരുന്നാലും എപ്പോൾ മൂത്രം ഒഴിച്ചാലും മൂത്രത്തിൽ പത കാണാം. ഇങ്ങനെ മൂത്രത്തിൽ പത കാണുമ്പോൾ പല ആളുകൾക്കും ഭയങ്കര ടെൻഷനായിരിക്കും. എല്ലാവരും കരുതുന്നത് ശരീരത്തിലെ പ്രോട്ടീൻ എല്ലാം മൂത്രം വഴി പുറത്തു പോകുന്ന പ്രോട്ടീനൂരിയ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ആണെന്നാണ്. പല ആളുകളും ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, യൂറിക് ആസിഡ് കൂടിയിട്ടുണ്ടെങ്കിൽ മൂത്രത്തിൽ പത വരാം. ഇനി അതല്ല, അമിതമായി പ്രോട്ടീൻ ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂത്രത്തിൽ പത വരാം. ഇനി അതല്ല, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മൂത്രത്തിൽ പത വരാം. ഇനി ഇതൊന്നുമല്ല, ഉയരത്തിൽ നിന്നും താഴെ വീഴുന്നത് കൊണ്ടാണ് മൂത്രത്തിൽ പത വരുന്നത് വരെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ തെറ്റാണ്. ഇത്രയും കോംപ്ലിക്കേഷൻ ആകേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളൊരു പ്രമേഹ രോഗിയാണ്, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നിങ്ങളുടെ HbA1c 9 മുകളിലാണ്. അതുപോലെ നിങ്ങളൊരു ക്രോണിക് കിഡ്നി പേഷ്യൻ്റ് ആണ്. എന്നിട്ട് നിങ്ങൾക്ക് മൂത്രത്തിൽ പത കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കാണുക. അതല്ലാത്ത പക്ഷം മൂത്രത്തിൽ പത കാണുന്നതിൻ്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ വേണ്ടത്ര വെള്ളം ഇല്ല എന്നുള്ളതാണ്. ഡീഹൈഡ്രേഷൻ ആണ് മൂത്രത്തിൽ പതയ്ക്കുള്ള പ്രധാന കാരണം. ഇനി വെള്ളമില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരെയും എനിക്കറിയാം. രാവിലെ 1 ലിറ്റർ വെള്ളം, ഉച്ചയ്ക്ക് 1 ലിറ്റർ വെള്ളം, രാത്രി 1 ലിറ്റർ വെള്ളം. പല ആളുകളും രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു അര ജഗ്ഗോളം വെള്ളം കുടിക്കുന്നുണ്ട്. ഇതും തെറ്റാണ്. ഒരു 2-2.5 ലിറ്റർ വെള്ളം രാവിലെ മുതൽ വൈകുന്നേരം വരെ കുറച്ചായിട്ട് കുടിക്കാമെങ്കിൽ ഈ ബുദ്ധിമുട്ട് തീരെ ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കാമെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്.